നമസ്കാരം. ഞാൻ വെള്ളൂരിലെ കോളിക്കട്ടയിലെ ശശിധരൻ. നമ്മളെ ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പുലിനെ പിടിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് വകുപ്പ്. ആ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിനെ രാത്രി ഇന്ന് രാവിലേക്ക് 3:10 3:30 മണിയുടെ ഇടയിൽ നമ്മളെ വെള്ളൂർ ഭാഗത്ത്, കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ ഭാഗം കർണാടകയിലെ ബോർഡറാണ്. അതുമല്ലാതെ വാണിനഗര സ്വർഗ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പ്ലാന്റേഷനിൽ കൊടുത്തിട്ട് ഈടെ ഫോറസ്റ്റിൽ അതിനെ ഇറക്കി എന്നാണ് പറഞ്ഞു കേട്ടത്. ആ ഇറക്കിയത് മാത്രമല്ല, അത് വരുന്നതല്ല, വന്നതും പോയതും എല്ലാം CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നാട്ടക്കല്ല് ഭാഗത്തായാലും, നാട്ടക്കല്ല് വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇതായാലും, അതുപോലെ തന്നെ നമ്മളെ കിന്നിങ്കാറിലെ ഗ്രാമീണ ബാങ്കിന്റെ CC ക്യാമറയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ആ പതിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോ നാട്ടുകാർ മൊത്തം ഒരു പ്രതിഷേധത്തിലാണ്. എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഇനിയിപ്പോ രാത്രി സുഖമായിട്ട് കടന്നുറങ്ങാൻ ഒരു ധൈര്യമില്ലാതെ സ്ഥിതിയാണ് ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്തില്. എന്താന്ന് പറഞ്ഞാല് എല്ലാവരും ഈ ഫോറസ്റ്റിന്റെ കീഴിലാണ് വീട്. ചെറിയ കുട്ടിയുണ്ട്, കുഞ്ഞുമല്ല ഈ കാട്ടിലെ നടന്നിട്ട് പോകേണ്ടത്, സ്കൂളിലേക്ക് പോകേണ്ട റോഡാണ്, ബൈയാണ്. ആ റോഡിലെ ഈ ബൈയിലെ ഇനിയിപ്പോ ഈ ഭയന്നിട്ട് കുട്ടികളൊന്നും സ്കൂളിലേക്ക് പോകാതെ ഇരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അതുപോലെ അടുത്ത മാസം SLC പരീക്ഷയും മാർച്ചിൽ പരീക്ഷ എല്ലാം നടക്കേണ്ടതാണ്. ഈ ഭയന്നിട്ട് സ്കൂളിലേക്ക് പോകാതെ ഇരുന്നാൽ ഈ കുട്ടിയോ എങ്ങനെ പഠിക്കൂ, എങ്ങനെ ഈ ഭാഗത്തെ പോവും? അപ്പൊ ഇത് കണ്ണുണ്ടായിട്ട് കുർഡനായത് എന്തിന് ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെന്നൊന്നും നമുക്ക് അറിഞ്ഞ് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരുന്നു. ഈ രാത്രി ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊടുത്തിട്ട് നമ്മളെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ പുലിനെ കൊടുത്തിട്ട് ഇറക്കേണ്ട ഉദ്ദേശം എന്തേ? ഇതിനെ ഒന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിഞ്ഞിട്ട് നമുക്കൊരു മറുപടി തന്നിനെങ്കിൽ നല്ലതായിരുന്നു. നമസ്കാരം. അതല്ലെങ്കിൽ പെർമനന്റ് സൊല്യൂഷൻ വേണം. ഇതിപ്പം കാസർഗോഡിൽ നടക്കുന്ന പല ഫോറസ്റ്റിന്റെ പുലികളില്ലത് മൊത്തം ഫോറസ്റ്റുകാർ സമ്മാനിക്കുന്നതാണ്. പല സ്ഥലത്തുനിന്ന് വിളിച്ചത് വീട്ടിന്റെ മറവിൽ കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ആ ഫോറസ്റ്റിന്റെ ഒരു വിടുപ്പെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററാണ്. കാര്യമില്ല. 1 കിലോമീറ്റർ അതിൽ അതിന്റെ അടുത്തേക്ക് 3 അംഗനവാടികളുണ്ട്, ഒരു കോളേജ് ഉണ്ട്. കർണാടകത്തിന്റെ സ്കൂളുകൾക്കും കേരളത്തിന്റെ വാണിനഗർ സ്കൂൾക്കാരും ആ വാട്ടത്തിന്റെ സൈഡിലെ കൂടിയിട്ട് വലത്തിന് നടുവിൽ കൂടിയിട്ട് പോകേണ്ടത് കുട്ടികൾ. അപ്പൊ എങ്ങനെ പോകാൻ പറ്റും? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞാൽ പുലിയൊന്നും ചെയ്യില്ല എന്നിട്ടാണ്, പുലി ഒന്നും ആക്രമിക്കില്ല, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന രീതിയിലോട്ടാണ് ഇവിടുത്തെ ജോലിക്കാർ സംസാരിക്കുന്നത്. അതെ, പശ്ചിമഘട്ടത്തിൽ മലനിരകളുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ. അതിനൊന്നും വിടില്ല, അത് കുറച്ച് യാത്ര കൂടുതൽ ചെയ്യണം. അടുത്തന്നെ ഇത് പാവങ്ങളായ ജനങ്ങൾ താമസിക്കുന്ന തങ്ങളുടെ മേഖലകളിലൊന്നും ആരും കാണില്ല, ഒന്നും അറിയില്ല എന്ന ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ദാസ്യത്തിൽ തന്നെയാണ് കൊണ്ടുവിട്ടത്. ഞാൻ ആദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും നിശ്ചയിച്ചു. അവസാനം വീടുകൾ ഓരോന്നോരോന്നായിട്ട് ഓരോ സ്ഥലത്തിനും CCTV ഫുട്ടേജുകൾ കൊടുക്കുമ്പോൾ പിന്നെ വേറെ രക്ഷയില്ലാത്തപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചുകൊണ്ട് വരുന്നതാണ്. അതാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണം. സർക്കാരിന്റെ സ്ഥലത്ത് തന്നെ ഇല്ല. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അയക്കാം, ഒരു ഇത് ഇട്ടോളൂ, മെസ്സേജ് ഇട്ടോളൂ, ഞാൻ അയക്കാം. പിന്നെ അയച്ചത് അതുണ്ട്. കേസിന്റെ ആളുണ്ട്, ആള് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏതും കാസർഗോഡ് വാർത്ത ആരോട് ഞാൻ തരം പറയാം. കേസിന്റെ ആളോട് തരം പറയാം. ജനങ്ങളുടെ ജീവിതത്തിൽ ഭീഷണി